ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ഈ സന്ധ്യയിൽ ഒരു പ്രത്യേകമായ കാര്യം ധ്യാനിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുകയാണ്. അത് നമ്മളിന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് പ്രാർത്ഥനയും അല്ലെങ്കിൽ ദൈവവിചാരവും കുറച്ച് നാളത്തേക്കുണ്ടാകും, കുറച്ച് കഴിയുമ്പോഴങ്ങ് ഇടിഞ്ഞു പോകും. മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില ഇടിയുന്ന കണക്കെ ആത്മീയ കാര്യങ്ങളിൽ ഒരു ഇടിവ് സംഭവിക്കും. പെട്ടെന്ന് ഉണ്ടായിരുന്ന ആ കൃപയും അഭിഷേകവുമെല്ലാം ചോർന്നു പോകും. പിന്നീട് നമ്മളൊരുമാതിരി വരണ്ട് നടക്കും. എന്തുകൊണ്ടാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത്? ചില നേരങ്ങളിലെ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ, ആരാധന കാണുമ്പോൾ, ശുശ്രൂഷയും കയ്യടിയും കാണുമ്പോൾ സ്പ്രിങ്ങിൽ നിന്ന് ആടി ആടി ദൈവസന്നിധിയിൽ ഉണർന്നു നിൽക്കുന്ന ആളുകൾ 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ആവേശമെല്ലാം അങ്ങ് ചോർന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു സ്ഥിരതയുടെ വരപ്രസാദം ഇല്ലാതെ പോകുന്നത്? ചില കാലഘട്ടങ്ങളിൽ ആത്മീയമായി മന്ദത, മരവിപ്പ്, മടുപ്പ്, ഒരു താല്പര്യമില്ല, ഉറക്കം, ക്ഷീണം. പിന്നീട് നമ്മൾ ഈ പ്രാർത്ഥനയെല്ലാം താത്തു വെക്കും. ദൈവവിചാരവും വിശുദ്ധ ജീവിതവും എല്ലാം വേണ്ടാന്ന് വെക്കും. പിന്നീട് അതിൻ്റെ കേട് തീർത്തൊരാവേശമാണ്. കുമ്പസാരക്കൂട്ടിൽ വലിയ ഇടിയാണ്. ഒരു കണക്കിന് എങ്ങനെയും സ്വർഗത്തിലെത്തിയാൽ മതി. എല്ലാത്തിനോടും പിന്നീടൊരു വിരക്തിയാണ്. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി മാത്രം ദാഹമാണ്. അങ്ങനെ 1-2 ആഴ്ചയായി ഈ വെള്ളമടിക്കുന്ന ആളുകൾ അടിച്ച് ഇനി ഒരു കപ്പാസിറ്റി ഇല്ലയെന്ന് കാണുമ്പോൾ 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കും, പൊടിയരി കഞ്ഞിയൊക്കെ കുടിച്ചോണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ പിന്നെയും ഇതിലേക്ക് തന്നെ ആവേശത്തോടെ വരാനാണ്. ഇടിക്കൂട്ടിൽ ഇടിക്കാൻ പോകുന്നവരൊക്കെ 2 ആഴ്ച ഒരു ഇടിയും ഉണ്ടാക്കാതെ മുട്ടയും പാലും കഴിച്ചുകൊണ്ടിരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇടിക്ക് വേണ്ടിയിട്ടാണ്. വലിയ ഇടിക്ക് വേണ്ടി ഒരു ഇത് കണക്കെ നമ്മൾ ആലസ്യത്തിൻ്റെയും അയഞ്ഞ ജീവിതത്തിൻ്റെയും ഒരു അവസ്ഥയിലേക്ക് പോകും. നിങ്ങളോട് പറയുന്നത് ഉള്ളവരുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മൃതനാണ്. അതിനാൽ ഉണരുക, നിന്നിൽ അവശേഷിച്ചിരിക്കുന്ന ജീവനെ ഉണർത്തുക. ഇത്തിരി ജീവനുള്ളത് കൊണ്ടാണ് പള്ളിയിൽ വരുന്നത്. ഈ അവശേഷിച്ചിരിക്കുന്ന ജീവനെ ഉണർത്തണം. എങ്കിലേ നമുക്ക് വിശ്വാസത്യാഗം വരെ സംഭവിക്കാവുന്ന ഒരു കാലം വരും. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കലഹങ്ങളും വഴക്കുകളും സ്വന്തം വീട്ടിലും പരിസരത്തും നാട്ടിലും ദേശത്തും കലാപക്കൊടി ഉയരും. അന്ന് പലരും വിശ്വാസം ഉപേക്ഷിക്കും. ഇത് ബെന്യച്ചൻ പറഞ്ഞ കാര്യമല്ല, തിരുവചനത്തിൽ പറഞ്ഞ കാര്യമാണ്. രക്ഷിക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കുമെന്ന് വചനം പറയുന്നു. ആ ഒരു അവസരം വരുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നമുക്ക് ഒരു ഉണർവ് വേണം, സ്ഥിരത വേണം. ഇതെങ്ങനെ കിട്ടും? അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. എല്ലാം കൂടെ ഒരു 40 പേര് കഷ്ടി.
ഈ 40 പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 5-6 പേര് 10-20 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പങ്കുവെക്കാനാണ്. നമുക്ക് ശുശ്രൂഷകൾ ഇല്ലാഞ്ഞിട്ടല്ല, 10ഓളം കൺവെൻഷനുകൾ തന്നെ ജനുവരി മാസം വരെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പല ശുശ്രൂഷകളും പല പള്ളികളും വിളിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. പല ശുശ്രൂഷകളും നമ്മളങ്ങ് വരാൻ പറ്റാത്തതുകൊണ്ട്, തിരക്കുകൊണ്ടും ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ടും വടക്കുപുറത്തെ ശുശ്രൂഷ നമ്മൾ നിർത്താതെ വരികയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം സാത്താൻ വല്ലാതെ നമ്മളെ വേദനിപ്പിക്കാൻ ഒരുമ്പെടുന്നുണ്ട്. അവന് ഗൂഢമായ പല ലക്ഷ്യങ്ങളുമുണ്ട്. പിടികൊടുക്കാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവശേഷിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ആരാധനയിൽ സജീവമായി ദൈവകൃപ യാചിക്കുക. പള്ളിയായി എന്നതുകൊണ്ട് ആത്മരക്ഷ നടക്കണമെന്നില്ല. ജെറുസലേം ദേവാലയം ഇതിലും വലിയ പള്ളിയായിരുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിച്ചില്ല. അപ്പോൾ ആത്മരക്ഷ വേറൊരു വകുപ്പാണ്. പള്ളിയായി എന്നതുകൊണ്ട് ആത്മരക്ഷ നടക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു ജ്ഞാനം നമുക്ക് വേണം. എന്താണ് ഇപ്പം എന്തുകൊണ്ട് ഞാൻ നമുക്ക് പങ്കുവെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് സ്ഥിരമായൊരു ആത്മശക്തി നമുക്ക് വേണം. എങ്ങനെയാണത് കിട്ടുക? അത് കിട്ടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണം. ജ്ഞാനം. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം എന്തെന്ന് ഞാൻ അറിയട്ടെ. പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും എല്ലാമുള്ള അധികാരവും സൈന്യബലവും എല്ലാമുള്ള സോളമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അതിനാൽ അങ്ങയുടെ ജ്ഞാനത്തെ എനിക്ക് അയച്ചു തരണമേ. ഗിവ് മീ യുവർ വിസ്ഡം. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഈ ജ്ഞാനം. ഇത് ദൈവാത്മാവിൻ്റെ ദാനമാണ്. ഇത് ചോദിച്ചു വാങ്ങിക്കണം. സോളമനെ പോലെ നമ്മൾ ചോദിക്കണം, ദൈവമേ, കുറെ ഭക്തിയുണ്ട്, കുറെ വിശ്വാസമുണ്ട്, കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷേ അറിയേണ്ടത് അറിയാൻ പറ്റുന്നില്ല, പൊരുള് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നീ ജ്ഞാനം തരണമേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 12-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറഞ്ഞു, ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഈ ജ്ഞാനം തരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ജ്ഞാനം കിട്ടണമേ എന്ന്. എന്തിനാണ് ജ്ഞാനം എന്നറിയാവോ? എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ആരാധന, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല കർത്താവിൻ്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. ചില ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേക അഭിഷേകമാണ്. ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. പേര് ക്രിസ്ത്യാനിയാണെന്നത് കരുതി സ്വർഗത്തിൽ പോകണമെന്നില്ല. ജ്ഞാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിയേണ്ടതറിഞ്ഞ് ജീവിക്കുന്നവർക്കാണ് രക്ഷ. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വീണ്ടും സോളമൻ രാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും?
ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ചേട്ടാ ചോദിച്ചു, ഈ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ട് വല്ല കഥയുണ്ടോ വെച്ചു. ചോദിച്ചത് ഇങ്ങനെയാ, അച്ഛാ ദൈവം വലിയ ദൈവത്തെ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കൊണ്ട് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ദൈവം വലിയ ദൈവം, ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു പ്രശ്നം എന്തിനാ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നേ? അപ്പൊ ദൈവത്തിൻ്റെ ഹിതമൊക്കെ അറിഞ്ഞുകൊണ്ട് വല്ല കഥയുണ്ടോ? ദൈവേഷ്ടം അറിയണമെന്നത് അതൊന്നുമില്ല. ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ഇതിനകത്തൊക്കെ ഒതുങ്ങി കൂടി ജീവിച്ചോളാം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹിതം അറിയണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവഹിതം അറിയണം, നീ തിരയണം? എന്തുകൊണ്ടാണ് ദൈവമേ നിന്റെ ഹിതം എനിക്ക് വേണമെന്ന് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചത്? ഇത്രയും എല്ലാ കഴിവുകളും ധനവും സമ്പത്തും സമൃദ്ധിയും ആരെവിടെയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ 9,000 എണ്ണം ഇങ്ങനെ നിൽക്കുക. അത്ര കഴിവുള്ള ആള് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ ഹിതം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം? ദൈവത്തിൻ്റെ ഹിതം അറിയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ വഴി നേരെയാകുകയുള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ. സ്വർഗത്തിലെത്തണോ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട് കിട്ടണം. ജീവിത വഴി നേരെയാകണോ, വളഞ്ഞ വഴികൾ നേരെയാകണോ, ഈ ജ്ഞാനം കിട്ടണം. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് കിട്ടാത്തവർക്ക് രക്ഷ ഇല്ല. അവര് കുറെ കാര്യങ്ങൾ ചെയ്തു പോകും. എല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോ പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ, പ്രസംഗിച്ചില്ലേ, രോഗികളെ സുഖപ്പെടുത്തിയില്ലേ? കർത്താവ് പറഞ്ഞോ, എവിടായിരുന്നു, എപ്പോഴായിരുന്നു, ഏത് ദിവസമായിരുന്നു, ഡേറ്റ് ഒന്ന് നോക്കട്ടെ? ചോദിച്ചോവല്ലോ? ഇല്ല, ഒന്നും ചോദിച്ചില്ല. എല്ലാം ഓക്കെയാ. പക്ഷേ രക്ഷിക്കപ്പെടുക എന്നുള്ളത് വേറൊരു വകുപ്പാ. ഇതിനകത്തോട്ട് കയറുക എന്നുള്ളത് വേറൊരു വകുപ്പാ. സംഭവം എല്ലാം ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയി പെരുന്നാൾ നടത്തി, വെച്ചൂട്ട് നടത്തി, പള്ളിക്ക് ദശാംശം കൊടുത്തു, കാണിക്ക് കൊടുത്തു, ലൈറ്റ് കൊടുത്തു, ഫാൻ കൊടുത്തു, നിലവിളക്ക് കൊടുത്തു, എല്ലാം ശരിയാ. പക്ഷെ രക്ഷിക്കപ്പെടുക എന്നുള്ള വേറൊരു വകുപ്പാ. അതിനാണ് വചനം പറയുന്നത്, നിനക്ക് ജ്ഞാനമുണ്ടായിരുന്നോ? ജ്ഞാനം കിട്ടിയോ? സ്വർഗത്തിൽ നിന്ന് ദൈവഹിതം എന്താണെന്ന് വിവേചിച്ചറിയാനുള്ള വെളിച്ചം കിട്ടിയോ? അതുകൊണ്ടാണ് പറയുന്നത് വഴികൾ നേരെയാക്കുന്നത് ജ്ഞാനമാണ്. ധൂർത്തപുത്രനെ നോക്കിയേ. ധൂർത്തപുത്രൻ സുബോധം വീണ്ടും കിട്ടിയപ്പോ അനുതപിച്ചു. അവന് വെട്ടം കിട്ടി, ജ്ഞാനം കിട്ടിയപ്പോഴാണ് അനുതപിച്ചത്. അവൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. അറിവുള്ളവൻ അനുതപിക്കും. അറിവുള്ളവനെ അനുതപിക്കാൻ പറ്റും. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. എന്നിട്ട് സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ തരുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജ്ഞാനം കിട്ടുക? അങ്ങനെ ഈ സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ജ്ഞാനം തരണേ, ജ്ഞാനം തരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പണ്ട് കരുതി കഥപുസ്തകങ്ങളിലൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടു, വരങ്ങൾ കൊടുത്തു എന്നത് കഥാപുസ്തകത്തിലുള്ള വകുപ്പാണെന്നാണ് ഞാൻ കരുതി. പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഉള്ള വകുപ്പാണിതെന്നാണ് ഞാൻ കരുതി. ബൈബിളിലും ഉണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടു സോളമന്. എന്നിട്ട് ചോദിച്ചു, സോളമാ നിന്നിൽ ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു. കാരണം നീ എന്നോട് പണമോ പ്രതാപമോ കീർത്തിയോ പെരുമയോ പ്രശസ്തിയോ സൈന്യബലമോ
അവകാശമായി രാജ്യങ്ങളോ കീഴ്പ്പെടുത്തി അനുഭവിക്കാൻ ദേശങ്ങളോ ഒന്നും ചോദിച്ചില്ല. നീ ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ എന്താ ചോദിച്ചേ? ദയമുണ്ടോന്നില്ലല്ലോ. ജ്ഞാനം ചോദിച്ചു. ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സോളമൻ രാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. എന്നിട്ട് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഞാൻ നിനക്ക് തരുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കസ്റ്റഡിയില ജ്ഞാനവും വിവേകവും ഇല്ല. ചോദിക്കുന്നവന് കിട്ടും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ ചോദിക്കുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ കൈവേർക്കുക, എല്ലാം മറന്നു പോവുക. നന്നായിട്ട് എഴുതി മാർക്ക് വന്നപ്പോൾ 18 ഉള്ളൂ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് ലഭിക്കും. അപ്പൊ ഈ സോളമൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ദൈവം ജ്ഞാനം മാത്രമല്ല കൊടുത്തത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എന്നിട്ട് പറയുകയാണ്, മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നോക്കിയേ, ഈ സോളമന് ജ്ഞാനമാണ് ചോദിച്ചത്. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിച്ചത് കൊണ്ട് കമ്മീഷണർ ബോണസായിട്ട് കുറേ സമ്മാനം കൂടെ കൊടുക്കുകയാണ്. ഇതുകൂടി ഇരുന്നോട്ട്. ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ചോദിക്കേണ്ടത് ചോദിച്ചാൽ ദൈവം ചോദിക്കാത്തതുകൂടെ നമുക്ക് തരും. നമ്മൾ ചോദിക്കുന്നത് ഇത്തിരി ജോലിയും ഇത്തിരി കടം മാറണേ, രോഗം മാറണേ, ഈ വകുപ്പായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോക്കോ, കുഴപ്പമില്ല. പക്ഷെ ദൈവം തിരക്കുന്ന ഇതാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഇത് കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷം. അതാണ് ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവം തന്നെ പറയാ, ദഹന ബലികൾ നീ അർപ്പിച്ചാലും എനിക്ക് അതിനേക്കാളും ഇഷ്ടം ദൈവജ്ഞാനമാണ്. നിനക്കത് അതുണ്ടോ? നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് സോളമൻ നേടിയെടുത്തത്? സോളമൻ നേടിയെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 12-ാം തിരുവചനം. പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി, അവന്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി എന്നാണ് വചനം പറയുക. എന്ന് വെച്ചാൽ ഐശ്വര്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. കാരണം എന്താ? അവന് ജ്ഞാനം കിട്ടി. അവൻ എങ്ങനെ ഭരിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും വെട്ടം കിട്ടി. വീട്ടിലെല്ലാം ഉണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകും. വഴി കൊണ്ടിട്ട് കലമുടക്കുക, പഠിക്ക കൊണ്ട് തീരുക. ജീവിതത്തിലെല്ലാം ഒത്തുവരും, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ഈ ജ്ഞാനം കിട്ടുന്നില്ല. ഇങ്ങനൊന്നും വരണ്ടിയല്ല. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കിട്ടണം. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ ഈ സോളമൻ ചോദിച്ചു വാങ്ങിച്ചു, ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ചോദിച്ചു വാങ്ങിച്ച ജ്ഞാനത്തെ പ്രയോഗിക്കണം. 2 കാര്യങ്ങളാണ്. ഒന്നുകൂടെ ശ്രദ്ധയോടിരുന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ജ്ഞാനം ദൈവത്തോട് ദൈവം ജ്ഞാനം തരും. പക്ഷേ നമ്മൾ വിചാരിക്കും ജ്ഞാനം കിട്ടിയില്ല. ജ്ഞാനം കിട്ടും, ചോദിച്ച ദൈവം തരും. പരിശുദ്ധാത്മാവിനെ ജ്ഞാനത്തെയും ഒക്കെ ദൈവം സമൃദ്ധമായിട്ട് തരും.
പക്ഷെ ഈ ജ്ഞാനത്തെ പ്രയോഗിക്കണം. എങ്ങനെയാണ്? സോളമൻ ഈ ജ്ഞാനത്തെ പ്രയോഗിച്ചു. ഹി പുട്ട് the wisdom of God into practice. എങ്ങനെയാണ് പ്രയോഗിച്ചത്? 3 കാര്യങ്ങളിലാണ്. ശ്രദ്ധയോടെ ഇരുന്നാൽ മനസ്സിലാവും. ഇത് നമ്മുടെ ചെറുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിന് വെളിച്ചം തരും. 1, സോളമൻ ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തതെന്നറിയാമോ? ജനങ്ങൾ അന്ന് കർത്താവിന് ബലിയർപ്പിച്ചിരുന്നത് പൂജാഗിരിയിലാണ്. ഗിബയോൻ എന്നൊരു സ്ഥലമാണ്. അന്നൊരാലയം ഉണ്ടായിരുന്നില്ല. ദേവാലയം പണിതത് നമുക്കറിയാം. ആരാണ്? സോളമൻ മഹാരാജാവാണ് ജെറുസലേം ദേവാലയം പണിയുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഗിബയോൻ എന്ന സ്ഥലത്തിൽ ഒരു പൂജാഗിരിയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞു മല. ആ മലയിലാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഈ സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 1000 ബലികൾ അർപ്പിച്ച് സോളമൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് ജ്ഞാനം ഉറപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ദിവസം ഒരു ബലി വെച്ച് 1000 ബലി അർപ്പിച്ചാൽ ഏകദേശം 2.5 വർഷക്കാലം തുടർച്ചയായി ബലി അർപ്പിച്ച് സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു പോകുന്നു. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയില്ല. ഇപ്പൊ ഗിബയോൻ എന്ന് പറയുന്നത് ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കുക, മടുപ്പ് തോന്നാതെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വീണ്ടും ഈ ജ്ഞാനം പ്രയോഗിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഉറയ്ക്കണം. എങ്കിലേ ഈ ജ്ഞാനം പുറത്തു വരികയുള്ളൂ. ഇല്ലെങ്കിൽ ജ്ഞാനം കെട്ടുപോകും. അതുകൊണ്ടാണ് ഈ ആരാധനയ്ക്കൊക്കെ വരണം എന്ന് പറയുന്നത്. ബലിയർപ്പണങ്ങളിൽ കൊടുക്കും. നിരന്തരം ഈ നൈരന്തര്യങ്ങൾ, നിരന്തരം നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥന, മുടക്കമില്ലാതെ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന, മുടക്കമില്ലാതെ നടത്തുന്ന ബലിയർപ്പണങ്ങൾ, കൂടെയുള്ള കുമ്പസാരങ്ങൾ, ബലിയർപ്പണങ്ങൾ, അതിന് ഒരു ദിവസം എല്ലാം കീഴ്മേൽ മറിയും. ഒരു ദിവസം എല്ലാം ഈ ജ്ഞാനം പ്രയോഗിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ പറയും, എന്താ വെളിച്ചം. മറ്റുള്ളവർ പറയും, എന്താ വെട്ടം. ആളിനെ കണ്ടില്ലേ? ആ ആളിന്റെ സാന്നിധ്യം ആളുകൾ ഇഷ്ടപ്പെടും. ജ്ഞാനം കിട്ടി, ജ്ഞാനം പ്രയോഗിച്ചു, ജ്ഞാനം പുറത്തു വന്നു തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ സോളമൻ ചെയ്തത്. 2.5 വർഷക്കാലം ഗിബയോനിൽ 1000 ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ആദ്യമേ സോളമൻ ചെയ്ത കാര്യം. അതിന്റെ അർത്ഥം ഗിബയോൻ എന്ന് വെച്ചാൽ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കും. ചിലപ്പോൾ മടുപ്പ് തോന്നും, ചിലപ്പോൾ ഉറക്കം തോന്നും, ചിലപ്പോൾ ക്ഷീണം തോന്നും, ചിലപ്പോൾ പല വിചാരം തോന്നും, പല കാര്യങ്ങളും തിരക്കുകളും കൊണ്ടുവരും. പക്ഷേ മടുപ്പ് കൂടാതെ നിന്നു. അതാണ് ഗിബയോൻ. രണ്ടാമത് സോളമൻ ചെയ്ത കാര്യം, തന്റെ ശത്രുക്കളെ സോളമൻ വകവരുത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രുക്കൾ മനുഷ്യരല്ല, നമുക്കറിയാം. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ലോകം, ജഡം, പിശാച്. ഇത് 3 നമ്മുടെ ശത്രുക്കൾ. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകം, ജഡം, പിശാച്. ഈ 3 ശത്രുക്കളെയും പരാജയപ്പെടുത്തുക. സോളമൻ എന്താ ചെയ്തത്? സോളമൻ ആദ്യമേ എതിരാളികളെ നിർമാർജനം ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിനകത്തായിരുന്നു സോളമന്റെ സിംഹാസനത്തിന് വെല്ലുവിളി ഉണ്ടായത്. അദോനിയ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ ചെന്നിട്ട് ഈ സിംഹാസനം തട്ടിയെടുക്കാൻ നോക്കുന്നു എന്നറിഞ്ഞ് സോളമൻ അദോനിയായെ കൊന്നു. ശത്രു വീട്ടിനുള്ളിൽ തന്നെയാണ് എന്ന അറിവ് കിട്ടി. എന്താണ് വീട്? നമ്മുടെ ജഡമാ. ശത്രു നമ്മുടെ ജഡം തന്നെയാണെന്ന് അറിവ് കിട്ടി, അതിനെ കീഴ്പ്പെടുത്തി. ജ്ഞാനം പ്രയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗം. അദോനിയായെ കൊന്നു.
എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആത്മീയതയ്ക്ക്, നമ്മുടെ ഈ ജ്ഞാനത്തിന് തടസ്സമായി മാറുക. ചിലപ്പോൾ ജീവിത പങ്കാളിയാകും, ചിലപ്പോൾ കുഞ്ഞുങ്ങളാകും, ചിലപ്പോൾ നമ്മുടെ ജഡം തന്നെയാകും, നമ്മുടെ ഇഷ്ടങ്ങളാകും. ഈ ജ്ഞാനത്തിന് തടസ്സമാകും. അതിനെക്കുറിച്ച് കരുതലുണ്ടാകണം, അറിവുണ്ടാകണം. രണ്ടാമതായിട്ട് സോളമൻ ചെയ്തത് അബിയാഥാർ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ കൊന്നുകളഞ്ഞു. എന്താ അതിന്റെ സൂചന? പുരോഹിതന്മാരെയൊക്കെ കൊല്ലാമോ? പക്ഷെ സോളമൻ അത് ചെയ്തു. കാരണം ഈ അബിയാഥാർ എന്ന് പറയുന്നത് ഏലി ഭവനത്തിന്റെ പിന്തുടർച്ചയായി വന്ന ഒരു പുരോഹിതനാണ്. യഥാർത്ഥത്തിൽ ഈ പുരോഹിതൻ സോളമന്റെ പിതാവായ ദാവീദിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു പുരോഹിതനാണ്. എന്താണ് അതിന്റെ അർത്ഥം? സോളമൻ രണ്ടാമത് തെരഞ്ഞെടുത്തത് സോളമന്റെ ഗുരു എന്ന് കരുതിയ ആളുകൾ തെറ്റായ വഴികളിലൂടെ നടത്തുന്ന കാഴ്ചപ്പാടുകൾ തരുന്ന ആളുകളെ ശത്രുവായി കണ്ട് മാറ്റി. യേശു ഏക രക്ഷകൻ എന്ന വെളിവ് കിട്ടിയിട്ടും പല വിചാരങ്ങളിലും പല തത്വശാസ്ത്രങ്ങളിലും പല ഇടങ്ങളിലും നമ്മളെ വിശ്വാസത്തെ വലിച്ചു മാറ്റുന്ന പല സംഭവങ്ങളുണ്ട്, പല ആളുകളുണ്ട്. ഇവരെ നിർമ്മാർജ്ജനം ചെയ്യുക. വഴി തെറ്റിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുക. അതാണ് ലോകം. ഈ ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊരു അറിവ് നമുക്ക് വേണം. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ തകർക്കുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ അറിവുണ്ടാകണം. നല്ല കൂട്ടായിരിക്കും, ഇമ്പകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരായിരിക്കും, ആധികാരികമായി അടയാള സഹിതം അത്ഭുത സഹിതം തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നവരുണ്ടാകും. അത് പാർട്ടികളാകാം, മാധ്യമങ്ങളാകാം, പൊതുജനാഭിപ്രായമാകാം. പലരും വന്ന് നമ്മുടെ വിശ്വാസത്തിനെതിരെ പറയും. ഗുരുതുല്യമായി നമ്മൾ അവരെ വണങ്ങിയിട്ടുണ്ടാകാം ഒരു കാലത്ത്. പക്ഷേ ഇത് ജ്ഞാനത്തിന് തടസ്സമാണെന്നറിഞ്ഞ് അതിനെ കൊന്നുകളഞ്ഞു. അബിയാഥാർ അപകടമാണ്. മൂന്നാമതായിട്ട് സോളമൻ കൊന്നത് ഷെമയീം എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെ. ഫ്രണ്ട്സ്. ആരാണ് ഈ ഷെമയീം? ഷെമയീം എന്ന് പറയുന്നത് ദാവീദ് രാജാവിന് അധികാരമുണ്ടായിരുന്ന സമയം, രാജാവായിരുന്ന സമയം കൂടെ നിന്ന് രാജാവേ മഹാരാജാവേ എന്ന് വിളിച്ചിട്ട് ദാവീദ് രാജാവിന് സിംഹാസനം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകേണ്ട ഒരു സമയം വന്നപ്പോൾ കല്ലും മണ്ണും വാരി എറിഞ്ഞ് ഈ രാജാവിനെ ശപിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ആര്? ഷെമയീം. എന്ന് വെച്ചാൽ ഇതാണ്, എല്ലാം നഷ്ടപ്പെടുമ്പോൾ ശപിക്കുവാനും നേടുമ്പോൾ എതിരേൽക്കുവാനും ചില കൂട്ടുകാർ നിനക്ക് കാണും. ജ്ഞാനം കിട്ടുകയല്ല. ചില കൂട്ടുകാര് പണവും പ്രതാപവും കീർത്തിയും പെരുമയും സ്ഥാനമാനവും ഒക്കെ ഉള്ള കൂടെ നിൽക്കും. ഇതൊക്കെ ഒന്ന് ഇടിഞ്ഞു പോകുമ്പോ നിന്നെ തള്ളി പറയും. ഇങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്, അപകടകാരികളാണ്. ആ കൂട്ടുകാരന്മാരെ നമ്മൾ മാറ്റി നിർത്തണം. ശത്രുക്കളായി എന്ന് വെച്ചാൽ അവരാണ് ഈ പിശാച്. പിശാച് ഒരിക്കലും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാശവും സങ്കടവും മാത്രം ആഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നത്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവൻ വരുന്നത്. അവൻ വരുന്നത് നമ്മളെ ഇല്ലായ്മ ചെയ്യാനാ പിശാച്. അപ്പൊ നോക്കിയാൽ നമ്മുടെ ശത്രുക്കൾ: 1 ജഡം, 2 ലോകം, 3 പിശാച്. ഇവിടെ സോളമൻ നശിപ്പിച്ചു അദോനിയായെ, അബിയാഥാറെ, ഷെമയീമിനെ. അങ്ങനെ സോളമന് ജ്ഞാനം പ്രയോഗിച്ചു. ഒന്നാമത് സോളമൻ ചെയ്തത്
ഗബയോനിൽ 1000 ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്ഥിരതയോടെ ദൈവത്തെ കാത്തിരുന്നു. പ്രാർത്ഥനയ്ക്ക് മടുപ്പ് തോന്നാതെ, ആരാധനയ്ക്ക് മടുപ്പ് തോന്നാതിരുന്നു. ജ്ഞാനം അവന് കിട്ടി. 2, അവൻ തൻ്റെ അപകടങ്ങളെ മുന്നേ കണ്ട് ശത്രുക്കളെ തോൽപ്പിച്ചു. ലോകം, പിശാച്, ജഡം, അതിനെതിരെ അവന് ഒരു ജ്ഞാനം കിട്ടി, വെട്ടം കിട്ടി. പ്രിയമക്കളെ, ഈ 3-ാമത്തെ കാര്യം, സോളമൻ അങ്ങനെ ഈ ജ്ഞാനം പ്രയോഗിച്ചു വന്നപ്പോൾ ദൈവം അവൻ്റെ കിരീടവും സിംഹാസനവും ചെങ്കോലും ഉറപ്പിച്ചു കൊടുത്തു. അവൻ്റെ അടുത്തേക്ക് ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി. അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ, അവന്റെ പ്രസംഗം കേൾക്കാൻ, അവന്റെ ജ്ഞാനം കേൾക്കാൻ, അവന്റെ വാക്ക് കേൾക്കാൻ എത്തിയിരുന്നു. ഇത് വില കൊടുത്ത് നേടിയതാണ്. 2 രീതി ജീവിക്കാം. ഒരു കുഴപ്പമില്ലെന്നൊരു പൊടിയും തട്ടി ജീവിക്കാം. പക്ഷേ ആത്മരക്ഷ ഉറപ്പാണോ എന്നറിയത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നൊരു ദൈവ പൈതൽ ഈ ജ്ഞാനം വളർന്ന് ജീവിക്കണം, ജ്ഞാനം കിട്ടണം. ഈ ജ്ഞാനം നമുക്ക് തരാൻ വേണ്ടി ആദ്യത്തെ പടി സോളമൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാം ഉണ്ടെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ഫലം? അതുകൊണ്ട് ജ്ഞാനം തരണേ, നിന്റെ പൊരുൾ മനസ്സിലാക്കാൻ കൃപ തരണമേ. ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനം, ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴെ നിനക്ക് വേണ്ടി ഒരു ദൈവപുത്രൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് ജീസസ് ഓഫ് നാസറത്ത്. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി ഇഞ്ചിഞ്ചായി കൊത്തി നുറക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അവന്റെ രക്തം മോചന ദ്രവ്യമാ, നിന്നെ വീണ്ടെടുക്കാനുള്ള രക്തമാത്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ജ്ഞാനം. ഇതൊന്നും മനസ്സിലാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ജ്ഞാനം കിട്ടണം. ഈ ജ്ഞാനം കിട്ടിയാൽ അത് പ്രയോഗിക്കണം. എങ്ങനെ? നിരന്തരം പ്രാർത്ഥിച്ച്, ബലിയർപ്പിച്ച്, ഉപവസിച്ച്, കൃപയിൽ അഭിഷേകത്തിൽ ആയിരുന്നു മടുപ്പ് കൂടാതെ ശ്രദ്ധാപൂർവം ദൈവത്തെ കാത്തിരിക്കണം. 2, ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യണം. ഇത് 2 ചെയ്ത് കഴിയുമ്പോൾ ജ്ഞാനം ഉറയ്ക്കും. അനേകര് നിന്നിലൂടെ സ്വർഗത്തിലെത്തും. അനേകര് നിന്റെ ഒരു വചനം കേൾക്കാൻ, നീ പറയുന്നൊന്ന് കേൾക്കാൻ. കാരണം നിന്നിൽ നിന്നൊരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ സാന്നിധ്യം ആളുകൾ ഇഷ്ടപ്പെടും. ഒന്നും പറഞ്ഞില്ല, ചുമ്മാ ചെന്നാൽ മതി, വീട്ടിൽ ചെന്നൊന്ന് ഇരുന്നാൽ മതി. നീ കാലെടുത്ത് വെക്കുമ്പോൾ വീട്ടിലൊരു അനോയിന്റിങ് ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും. അതാണ് ജ്ഞാനത്തിൻ്റെ ശക്തി. അല്ല എങ്കിൽ കാലെടുത്ത് വെക്കുമ്പോഴേ ആളുകളെന്ന് പറയും, മനസ്സിൽ ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാറ്റിലും ഉപരി നീ ആഗ്രഹിക്കുന്നത് ജ്ഞാനമാണല്ലോ. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. മുട്ടുകൾ മടക്കാം. കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എല്ലാമുണ്ട്. പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വീടിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മക്കളെ നല്ല വഴിയിലൂടെ നടത്താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്താ പോകുന്നത്. പക്ഷേ അറിയേണ്ടത് ഞാൻ അറിയുന്നില്ലല്ലോ ഈശോയെ. അറിയേണ്ട സത്യങ്ങൾ സ്വർഗം ഇനിയും എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടല്ലോ ദൈവമേ. അനുഭവിക്കുന്ന തടസ്സങ്ങളെല്ലാം, അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും ദുരിതങ്ങൾക്കും ഒരുപക്ഷെ കാരണം അറിയേണ്ടതറിയാതെ പോകുന്നതാണോ? ഇതറിയാൻ ഒരു ജ്ഞാനം എനിക്ക് തരണമേ. ഈ ജ്ഞാനം കിട്ടിയാൽ
സംഭവിക്കുന്നതെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ജ്ഞാനം അറിയട്ടെ കർത്താവേ. വലതുകരം എൻ്റെ ശിരസിൽ ഒരിക്കൽ കൂടി വെച്ച് എന്നെ സ്നേഹിക്കുന്ന ദൈവം അഭിഷേകം ചെയ്യട്ടെ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. സൊളമൻ മഹാരാജാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് അങ്ങ് ജ്ഞാനത്തെ അയച്ചു തരുന്നില്ലെങ്കിൽ ആര് അങ്ങയുടെ ഹിതമറിയും? ദൈവമേ, അറിവ് കെട്ട് വിവരമില്ലാതെ, വിവേകമില്ലാതെ, ശരിയേത് തെറ്റേതെന്നറിയാതെ, ക്ഷരമേത് അക്ഷരമേതെന്നറിയാതെ, പാപമേത് പുണ്യമേതെന്നറിയാതെ, മരണത്തിന് ശേഷം ഒരു ജീവിതം എനിക്കുണ്ട് എന്നറിയാതെ ഞാൻ ജീവിച്ചു നിൽക്കുന്ന നാളുകളൊക്കെ എനിക്ക് കെണിയായി തിരിഞ്ഞു കൊത്താൻ ഒരുങ്ങുമ്പോ അങ്ങയുടെ ജ്ഞാനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഞാൻ വിളിക്കുന്നു, അനുഗ്രഹിക്കണമേ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. കർത്താവേ, മനുഷ്യന്റെ തലച്ചോറിൽ അങ്ങ് 1, 2, 3% മാത്രമേ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മതിയാവതുള്ളൂ എന്നറിയിച്ചു. ബാക്കിയുള്ള സ്ഥലമെല്ലാം അങ്ങയുടെ ജ്ഞാനത്തിനു വേണ്ടി, തിരുവചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ഒഴുക്കിയിട്ടിരിക്കുന്നത്. കർത്താവേ, ഇതിൽ ബോധോദയം സിദ്ധിച്ചു കിട്ടുവാൻ അങ്ങയുടെ തിരുവചനം തുറക്കപ്പെടട്ടെ. കർത്താവേ, ഈ ജ്ഞാനം എനിക്ക് അനേക ആത്മാക്കളുടെ വിടുതലിനും രക്ഷയ്ക്കും കാരണമാകും. കർത്താവേ, എൻ്റെ ജീവന്റെ ആത്മാവിന്റെ ശക്തിയെ എനിക്ക് ചുറ്റും അന്തരീക്ഷത്തിൽ തളം കെട്ടി അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ആത്മശക്തിയെ, കർത്താവെ, സ്വർഗത്തിന്റെ പ്രത്യാശയെ, വിശ്വാസത്തിന്റെ കാതലിനെ, തിരുസഭയുടെ നിക്ഷേപങ്ങളെ, പുണ്യവാന്മാരുടെ ഐക്യത്തെ, മരിച്ചവരുടെ ഉയിർപ്പിനെ, ഈ ബലിപീഠത്തിന് ചുറ്റും നിൽക്കുന്ന ആത്മാക്കളെ, വിശുദ്ധരുടെ അനേക ആത്മാക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ വേണ്ടി, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുമാണ് നീ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദിയായ ആത്മീയ ജ്ഞാനങ്ങൾ കാണാൻ ദൈവമേ വലതു കൈ വെക്കണമേ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. നല്ല ദൈവമേ, നാൽക്കവലകളിൽ വഴി തളർന്നു വീണു പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കയ്യിലിരിക്കുന്നത് മൊബൈൽ ഫോണാണോ ബോംബാണോ എന്നറിയാത്ത വിധം കലാലയങ്ങൾ കരിഞ്ഞു പോകുന്ന ഒരു കാലയളവ്, കലാപങ്ങൾ പല സ്ഥലങ്ങളിലും ഉയരാൻ സാധ്യതയുള്ള സംഘർഷഭരിതമായ ഭൂമി, ധാർഷ്ട്യത്തിന്റെയും തർക്കത്തിന്റെയും തേരോട്ടങ്ങളുടെയും മാത്സര്യങ്ങളുടെയും വെല്ലുവിളികളുടെയും അനുസരണക്കേടിന്റെയും ലോകം, ഭീകരത നടന്നാടുന്ന ഭയപ്പെടുത്തുന്ന ലോകത്ത് കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾ അറിവേത് അജ്ഞതയേത് എന്ന് തിരിച്ചറിയാതെ വിവരം നഷ്ടപ്പെട്ട്, വിവേകം നഷ്ടപ്പെട്ട്, വിവേചനം നഷ്ടപ്പെട്ട് പാപത്തിലും തിന്മയിലും ഈ ഭൂമിയുടെ സകല തമോ ഗർത്തങ്ങളിലും വീണുപോകുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരം അങ്ങിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ശിരസിലും അങ്ങയുടെ കരം വെച്ച്
അനുഗ്രഹിക്കണമേ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചു നീ ജ്ഞാനം നൽകണേ യേശുനാഥ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വലതു കൈയലിവോടെ ശിരസിൽ വച്ചു നീ ജ്ഞാനം നൽകണേ യേശുനാഥ. പാപത്തെക്കുറിച്ച് കരുണയുടെ ഈ വർഷം തിരുസഭ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരുണയുടെ വാതിൽ കയറാനുള്ള അവസാനത്തെ ദിവസം 24 മണിക്കൂറുകൾ മാത്രം കരുണയുടെ വാതിലിലൂടെ കടന്ന് ആ പള്ളിയിൽ ഒരു കുമ്പസാരം നടത്തി ഒരു വിശുദ്ധ ബലി അർപ്പിച്ച് കരുണയുടെ വാതിലിൽ പ്രവേശിച്ച് മാർപ്പാപ്പായുടെ നിയോഗപ്രകാരം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ചാൽ നാളിതുവരെയുള്ള സകല കടങ്ങളും നിനക്കിളച്ചു കിട്ടുമെന്ന് അരുളി ചെയ്ത തമ്പുരാനെ, ഈ ജ്ഞാനം പരിശുദ്ധ പിതാവിലൂടെ നീ തന്ന് മാർപ്പാപ്പ പരിശുദ്ധ സുന്നകദോസിലൂടെ സഭയിലേക്ക് കഴിഞ്ഞ 365 ദിവസങ്ങളായി നിരന്തരം കാതിലോതി കരുണയുടെ വാതിൽ കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം നീ പ്രാപിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് മീതെ കിടക്കുന്ന കണ്ണുനീരുകൾ അനവധിയാണ്. അനേകരുടെ കടങ്ങൾ നിനക്ക് മീതെയുണ്ട്. അനേകരെ അവഗണിച്ചത് വഴി, കണ്ണുനീര് വീഴ്ത്തിയത് വഴി, അവരെ വേദനിപ്പിച്ചത് വഴി നീ രൂപപ്പെടുത്തിയ മുറിപ്പെടുത്തിയ അനേക ജന്മങ്ങൾ ശപിച്ചും പഴിച്ചും നിന്ദിച്ചും നിന്റെ മീതെ കാലിക ശിക്ഷയായി ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള കടങ്ങൾ ഇളച്ചു കിട്ടാതെ സ്വർഗത്തിലെത്താനാവില്ല എന്നും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുമെന്നും ദൈവം ആവർത്തിച്ച് വചനത്തിൽ പറഞ്ഞിട്ടും ഈ കരുണയുടെ വാതിലൊന്ന് കടക്കാനോ ആ തീർത്ഥാടന ദേവാലയത്തിൽ ഒന്ന് കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ സാധിക്കാതെ ഈ ആത്മീയ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ എന്റെ ജീവിതത്തെ ഓർത്ത് അനുതാപത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലതു കൈയലിവോടെ ശിരസിൽ വച്ചു നീ അനുഗ്രഹിക്കണമേ യേശുനാഥ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചു നീ ജ്ഞാനം നൽകണേ യേശുനാഥ. കർത്താവേ, പൂർണ്ണദണ്ഡ വിമോചനത്തിന് വേണ്ടി തിരുസഭ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് കടങ്ങളെല്ലാം വീട്ടി സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ കിടന്ന് ദഹിക്കേണ്ടി വരുമെന്നുള്ള തിരുവചന ഭാഗം ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഒരു ദിവസത്തെ വേദന, ശുദ്ധീകരണ സ്ഥലത്തെ വേദന ഈ ഭൂമിയിലുള്ള സകല നാളുകളുടെ ദുരിതങ്ങളെക്കാൾ വലുതാണെന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടല്ലോ ദൈവം. ഇന്ന് മരിക്കാൻ ഇടവന്നാൽ എൻ്റെ കടങ്ങൾ മുഴുവനും വീട്ടപ്പെടാതെ സ്വർഗത്തിലെത്താനാവില്ലല്ലോ ഈശോയെ. കരുണ തോന്നണമേ ദൈവമേ. ഒരിക്കൽ കൂടി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കരുണ തോന്നണമേ യേശുവേ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ചേർന്ന് പാടി അനുതാപത്തോടെ കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ. ചേർന്ന് പാടി അനുതാപത്തോടെ കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ,
രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവത്തിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ, വിടുതൽ നൽകട്ടെ, മാനസാന്തരങ്ങൾ നൽകട്ടെ, അനുതാപകൃപ നൽകട്ടെ, ജ്ഞാനം നൽകട്ടെ, ബുദ്ധി പ്രകാശിക്കട്ടെ. കെട്ട ബുദ്ധി, വിമത ബുദ്ധി, വിഘട ബുദ്ധി, എതിർ ചിന്തകൾ, ന്യായീകരണങ്ങൾ, ഞാനെന്ന ഭാവങ്ങൾ, അഹന്തയുടെ പൊയ്ക്കാലുകളിൽ നടന്ന്, ലോകത്തിന്റെ വഴികളിൽ നടന്ന്, ലോകത്തിന്റെ വിജ്ഞാനം മാത്രം മതിയെന്ന് കരുതിയ നിമിഷങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, സ്വർഗം തുറക്കണമേ, ദൈവിക ജ്ഞാനം നൽകണമേ, അത്ഭുത ശക്തി വ്യാപരിക്കണമേ. ഈ മക്കളെ, ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, ബുദ്ധി തെളിയട്ടെ ദൈവമേ, ജ്ഞാനം തുറക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ബുദ്ധിയുടെ കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ. യേശുവേ, സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ദൈവിക ശക്തി തിരിച്ചറിയുവാൻ, ദണ്ഡവിമോചനം പ്രാപിക്കാൻ, തിരുസഭയുടെ നിക്ഷേപങ്ങളെ കുറിച്ച് അറിയുവാൻ, പുണ്യവാന്മാരുടെ ഐക്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തിരുസഭയിൽ നൽകപ്പെട്ട അഭിഷേകം, ശക്തി ഈ മക്കൾ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫാത്ത, എഫാത്ത. പിശാചിന്റെ സകല തന്ത്രങ്ങളും കെണികളും തിന്മയുടെ സ്വാധീനങ്ങളും ഈ ബുദ്ധിയിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങൾ അടിച്ചു പാടി ആരാധിക്കാം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, 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 സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. പാപച്ചങ്ങല പൊട്ടട്ടെ, യേശു രക്തത്താൽ, പാപച്ചങ്ങല പൊട്ടട്ടെ, യേശു രക്തത്താൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ തിന്മയുടെ കെട്ടുകളെല്ലാം അടിയട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ അകലട്ടെ, പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ലോകത്തിന്റെ വ്യർത്ഥ ദേവൻ നമ്മുടെ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ദേവന്റെ സകല പ്രവൃത്തികളും, ഈ ലോകത്തിന്റെ മോഹങ്ങളും ഇഷ്ടങ്ങളും, ഈ ലോകത്തിന്റെ സുഖങ്ങളും ഇപ്പോൾ നസ്രനായ യേശുവിന്റെ നാമത്തിൽ വിട്ട് സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ആശീർവാദത്തിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, അത്ഭുതകരമായ തടസ്സങ്ങൾ നീങ്ങണം. യേശു നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ. യേശു നാമത്തിൽ, യേശു നാമത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ബുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശു നാമത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥന തടസ്സങ്ങൾ മാറട്ടെ. കർത്താവേ, ശക്തി, 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 ശക്തി,
ഭൂവാകെ നമിക്കും നിന്നെ എല്ലാവരും സ്തുതി പാടും കബറടഞ്ഞോർമ്മൽ ശരണം നീയേ മൃഗത്തം ഉയർത്തും നീ തന്നെ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് അനന്തമായ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോമിശിഹായ്ക്ക് പരസ്പരം ഒരു സ്തുതി പറഞ്ഞാലോ. സ്തുതി ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ ഒന്ന് ഇരിക്കണേ. നമ്മുടെ നാളെ നമ്മൾ കരുണയുടെ സമാപന ദിവസമാണ്. കരുണയുടെ വത്സരം തീരുന്നതുണ്ട്. നമ്മൾ ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ടി കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് കടം മുഴുവൻ ഇളച്ചു കിട്ടുന്ന സൗജന്യ ഫ്രീ ആയിട്ട് സഭ നൽകുന്ന സൗജന്യമായ ഒരു കാര്യമാണ്. നമുക്കത് അറിയാം. അത് ഒരു അസാധാരണ ജൂബിലി വർഷമാണ്. തിരുസഭ ഇതിനോടകം 30 ജൂബിലി വർഷങ്ങളെ നടത്തിയിട്ടുള്ളൂ. അതിലൊരു മഹാ ജൂബിലിയാണ് കരുണയുടെ ജൂബിലി. എന്ന് വെച്ചാൽ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ നമ്മൾക്കിവിടെ കാർമലപ്പള്ളിയുണ്ട്, കത്തീഡ്രൽ പള്ളിയുണ്ട്, അതിരങ്കപ്പള്ളിയുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ കയറിയും തോന്നും അല്ലേ? കയറിയിട്ടില്ല എങ്കിൽ കയറുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി കൂടി നമ്മൾ പരിഹാരം അന്വേഷിച്ച് കയറുന്നത് നല്ലതാണ്. ആ കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് അവിടെ ഒരു കുമ്പസാരം നടത്തി ഒരു കുർബാന ചൊല്ലി. പന്തളം വൈദികയിൽ ഞങ്ങൾ നാളെ എല്ലാവരും പന്തളം ജില്ലയിൽ ഒരു പള്ളിയിലും വിശുദ്ധ കുർബാന ഇല്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് പന്തളം പള്ളിയിൽ കരുണയുടെ വാതിൽ പ്രവേശിച്ചതിന് മുമ്പ് അവിടെ 1 മണി തൊട്ട് 10ഓളം അച്ഛന്മാരുന്ന് എല്ലാവരെയും കുമ്പസാരിപ്പിച്ച് 4 മണി വരെ കുമ്പസാരിപ്പിച്ച് 4 മണിക്ക് കുർബാന ചൊല്ലി ദണ്ഡവിമോചനം കരുണക്കടലേ ഞാൻ നോക്കുക എന്നുള്ള പാട്ട് പാടി കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് മാർപ്പാപ്പയുടെ നിയമപ്രകാരം ഉച്ചത്തിൽ സ്വർഗ്ഗസ്വനാപിതാവ് നന്മ പറഞ്ഞു പറയും ഒരു തൃത്വസ്തുതിയും ചൊല്ലി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ കർത്താവ് സഭയിലൂടെ 128 കോടി കത്തോലിക്കർക്ക് സ്വർഗം തരുന്ന വലിയ ഗിഫ്റ്റാണ് പൂർണ്ണ ദണ്ഡവിമോചനം. എല്ലാ കടങ്ങളും ഇളച്ചു കൊടുത്തു. എല്ലാ കടങ്ങളും കടം കിടക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു വീട് കൂതാശ ചേട്ടായി നല്ലൊരു വീട് വെച്ച് കൂട്ടുകാർ പറഞ്ഞു സൂപ്പർ വീടാടാ, അടിപൊളിയായിരിക്കുന്നു, ചെലവ് ചെയ്യണം. ചേട്ടൻ പറഞ്ഞു ഞാൻ വെള്ളം അടിക്കാറില്ല, നീ അടിക്കണ്ട, ഞങ്ങൾ അടിക്കും. കുപ്പി വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കൂടെ കാര്യമായിട്ട് അടിച്ച് തിരികെ വീട്ടിൽ മടങ്ങിയപ്പോൾ ഒരു ചേട്ടായി തിരികെ 4 കാലം വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ചേട്ടത്തി ദാ വന്നിരിക്കുന്നു. ഇന്നും കയ്യിലിരുന്ന വണ്ടിയുടെയാണോ എന്തിൻ്റെയോ ഒരു താക്കോലിൻ്റെ കൂട്ടം കടയുടെയാണോ എടുത്ത് ഒറ്റയേറ് കൊടുത്ത. ചേട്ടത്തിക്കതറിയാമായിരുന്നു അസാമാന്യമായ മെയ് വഴക്കമുള്ളത് കൊണ്ട് ഈ താക്കോൽ എന്തേലും വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ചേട്ടത്തി ഇത് ഒഴിഞ്ഞു മാറി. പക്ഷേ പുറകിൽ കൂടെ കയറി വന്ന കൊച്ചിൻ്റെ തലക്കിട്ടാക്കൊണ്ട് കൊച്ച് ബോധം കെട്ട് തറയിൽ വീണു, ചോര ഒലിപ്പിച്ച് കിടക്കുക. ഇത് കണ്ടിട്ട് ഈ ചേട്ടത്തി ഒരു ഡയലോഗ്, ഇത് ഒഴിച്ചു കൊടുത്തവൻ്റെ ബാക്കി നിങ്ങൾക്കറിയാം. ഈ കണ്ണുനീര് ആ വീട്ടിലല്ല വീഴുന്നേ, ഇത് ഒഴിച്ചു കൊടുത്ത വീടുകൂതാശ നടത്തിയവൻ്റെ വീട്ടിൽ.
അവനിതറിഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ല. അവൻ വെള്ളം ഓടിക്കത്തില്ലല്ലോ, ഇല്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെയൊക്കെ വീടിന്റെ മേളിൽ കിടപ്പുണ്ട്. നമ്മൾ മനസ്സാവാചാകർമ്മണം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനൊക്കെ കുറെ കിടപ്പുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോ പെട്ടെന്ന് ചള്ളക്കകത്തോട്ട് വണ്ടി വീണു. അടുത്ത് നിന്നൊരു ചേട്ടൻ വെള്ളയും ഇട്ടുകൊണ്ട് പോയതാ. മുഴുവൻ ബ്രൗൺ ആയി. നമ്മളിതറിഞ്ഞേയില്ല. നമ്മൾ പിന്നെയും സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോയി. ഈ ചേട്ടത്തി നമ്മുടെ വണ്ടി നമ്പറിലും നോക്കി ഒരു ഡയലോഗ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കടമായിട്ട് കിടപ്പുണ്ട്. നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന പാവങ്ങൾ, നമ്മൾ ഒഴിവാക്കിയ ആളുകൾ, ഒന്ന് ചിരിക്കാതിരുന്നതിൻ്റെ പേരിൽ മനസ്സ് മടുത്തു പോയവരുണ്ട്. നമ്മൾ അവഗണിച്ചതിൻ്റെ പേരിൽ വളർന്നു വരാതിരുന്നവരുണ്ട്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി, കുറ്റം പറഞ്ഞ് മറ്റുള്ളവരോട് പരദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ ഇടിഞ്ഞു പോയവര്, ജീവിതത്തിൽ ഗതി പിടിക്കാതെ പോയവരുണ്ടാവും. സഹായിക്കാൻ കഴിവും പണവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നിട്ടും സഹായിക്കാതെ പോയതിൻ്റെ പേരിൽ സഹോദരങ്ങള് അവരുടെ ജീവിതം വഴിമുട്ടിപ്പോയതുണ്ട്. കടങ്ങൾ ഒത്തിരി ഉണ്ട് മക്കളെ. നമ്മൾ അറിയുന്നത് ഒത്തിരി, അറിയാത്തത് ഇനി. ഇതെല്ലാം ഒഴിവാക്കപ്പെടാതെ ഇളച്ചു കിട്ടാതെ സ്വർഗത്തിലെത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് കരുണയുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് തിരുസഭയിലെ നിക്ഷേപങ്ങൾ എടുത്ത് വൈദികരോട് പറഞ്ഞു, ഇതെടുത്ത് എൻ്റെ ജനത്തിന് കൂടെ. തിരുസഭയുടെ നിക്ഷേപങ്ങളായി കർത്താവ് ഈശോ മിശിഹായുടെ സഹനത്തിന്റെ പുണ്യയോഗ്യത, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മുറിഞ്ഞ ഹൃദയത്തിന്റെ പുണ്യയോഗ്യതകൾ, 30,000 വിശുദ്ധരുടെ ത്യാഗപ്രവൃത്തികളും നിക്ഷേപങ്ങളായിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങളെല്ലാം എടുത്ത് എൻ്റെ ജനത്തിന് കൂടെ ഫ്രീ ആയിട്ട് അവര് കടങ്ങൾ മുഴുവൻ ഇളച്ച് കിട്ടട്ടെ. അവരുടെ ആത്മാക്കൾ നേരിട്ട് സ്വർഗത്തിലെത്തട്ടെ. ശുദ്ധീകരണ സ്ഥലത്തെത്തി അത്ര കട്ടിയ അവർ രക്ഷപ്പെടട്ടെ. ഇത് കരുതി ദൈവം കരുണയുടെ വാതിൽ നിന്ന് 365 ദിവസം നമ്മൾ എത്ര പേര് അതിലൂടെ പ്രവേശിച്ചു? ചുമ്മാ അതിലൂടെ ഒന്ന് കയറിയവരായിരിക്കും. അല്ല, എൻ്റെ രീതി ഇതാണ്. അതിലൂടെ പ്രവേശിച്ച ആ ദേവാലയത്തിൽ ഒരു കുമ്പസാരം നടത്തി ബലി അർപ്പിച്ച് അവിടെ തന്നെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂർണ്ണമായ അനുതാപത്തോടെ മാർപ്പാപ്പയുടെ നിയമപ്രകാരം ഒരു സ്വർഗസ്വനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ച വെച്ച് കുരിശു വരച്ച് മടങ്ങാമോ? ഇളച്ചു. ഒരു കടവും ഇല്ലെന്നേ, ഫ്രീ ആയി. ഇപ്പൊ മരിച്ച നേരിട്ട് സ്വർഗം. ഈ നിക്ഷേപമൊക്കെ സഭ തന്നിട്ട് എത്ര പേര് അത് ഉപയോഗപ്പെടുത്തി. ജൗളിക്കടയിലും ജ്വല്ലറിയിലും ഇതിനോടകം ഈ വർഷം എത്ര തവണ കയറി ഇറങ്ങി. ഈ കരുണയുടെ വാതിൽ പ്രിയമക്കളെ, ഈ ആത്മീയ ജ്ഞാനം കിട്ടണം. അത് ഇതൊക്കെ ഒന്ന് കരുതാ കിട്ടണം. നമ്മുടെ വീട്ടിൽ എല്ലാവരോടൊന്ന് പറഞ്ഞ് നാളെ 24 മണിക്കൂർ, നാളെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഈ ഒരു ശുശ്രൂഷ നടത്തുന്നത് ഉചിതമാണ്. നമുക്കിതേക്കുറിച്ച് വലിയ പിടുത്തം കിട്ടാഞ്ഞിട്ട് വടക്കോട്ടുള്ള പള്ളിയിൽ ഞാൻ തിരക്കിയപ്പോ രൂപതകളിൽ, ചെറോ മലബാർ, ലത്തീൻ രൂപത, എല്ലാ ആളുകളും 3-4 തവണ ദണ്ഡവിമോചനം, തീർത്ഥാടന ദേവാലയങ്ങൾ അവർ കൽപ്പിച്ച് ഈ വർഷം ക്രമീകരിച്ച ദേവാലയങ്ങളെല്ലാം പോയി കുമ്പസാരം നടത്തി പ്രാർത്ഥിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഒരു ധ്യാനം കോട്ടയത്ത് നടത്തി. ബദനി സിസ്റ്റേഴ്സിനോട് അവർ തീരുമാനമെടുത്തു. അവര് 3-4 ബസ്സൊക്കെ പിടിച്ച് ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ദേവാലയത്തിൽ പോയി അങ്ങനെ ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ടി പ്രത്യേകം അച്ഛന്മാരെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ച് കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച അനുഗ്രഹം. മക്കളെ, നമ്മൾ അജ്ഞത മൂലം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. യെശയ്യായുടെ പുസ്തകം 5:13. അജ്ഞത. ഈശോ മിശിഹായ്ക്ക്